രാവിലെ സമയത്ത് നമ്മുടെ തിരുവചന ധ്യാനത്തിനായി ഒരു ഭാഗം വായിക്കാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. വാളെ എൻ്റെ ഇടയന്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. ആരും രാവിലെ പേടിക്കുകയൊന്നും ചെയ്യരുത്. ഇവിടെ പ്രാവചനികമായി സക്കറിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. എന്താണ് ആ വാക്യത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെയും ഹവ്വയെയും പുറത്താക്കിയതിന് ശേഷം അവിടെ തിരിയുന്ന വാളുമായി കെരൂബുകളെ നിർത്തി എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. കർത്താവ് ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തിലാണ് അവരെ ആക്കിയിരുന്നത് എന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏദൻ തോട്ടത്തിൽ അവർക്ക് ഏറ്റവും ഐശ്വര്യമായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കൊടുത്താണ് കർത്താവ് അവരെ പാർപ്പിക്കുവാനിടയായി തീർന്നത്. എന്നാൽ മനുഷ്യനുണ്ടായ അനുസരണക്കേടിൻ്റെ ഫലമായി, ലംഘനത്തിൻ്റെ ഫലമായി അവന് പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആദമിനെയും ഹവ്വയെയും ദൈവം പറുദീസയിൽ നിന്ന് പുറത്താക്കിയത് വേദനിക്കുന്ന ഹൃദയത്തോടുകൂടെയാണ്. അങ്ങനെ വേദനിക്കുന്ന ഹൃദയത്തോടുകൂടെ അവരെ പറുദീസയിൽ നിന്ന് പുറത്താക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വലിയ ഒരാഗ്രഹമുണ്ടായിരുന്നു, ഒരഭിലാഷമുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ നഷ്ടപ്പെട്ട മനുഷ്യൻ ഒരിക്കൽ ഈ പറുദീസയിലേക്ക് മടങ്ങി വരണമെന്ന്. ഇന്ന് പോൽക്കാലം ഓർക്കുക, നമ്മുടെ കർത്താവ് നമ്മെ മുറിക്കുന്നു, അവൻ മുറിവ് കെട്ടുന്നു. മനുഷ്യന്റെ ലംഘന ഹേതുവായി മനുഷ്യനെ ശിക്ഷിക്കാതിരിപ്പാൻ ദൈവത്തിന് സാധ്യമല്ല. കാരണം ദൈവം നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് എവിടെ ലംഘനം കണ്ടാലും കർത്താവിന് അത് കണ്ണടച്ചു വിടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവ് അവരെ ശിക്ഷിക്കുവാനിടയായി തീർന്നു. എന്നാൽ എന്നെന്നും ആ ശിക്ഷയ്ക്ക് വിധേയരായി അവർ നരകത്തിൽ അർഹരായി തീരുവാനല്ല സ്നേഹവാനായ ദൈവം ആഗ്രഹിച്ചത്. മറിച്ച് അവൻ ആഗ്രഹിച്ചത് ഈ പറുദീസയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ അവൻ ആഗ്രഹിച്ചു. അങ്ങനെ പറുദീസയിലേക്ക്, ഈ പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യരെ പറുദീസയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ അതിൻ്റെതായ ഒരു വില കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ വില കൊടുക്കുവാൻ ഈ ലോകത്താരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സ്വർഗത്തിൽ ഒരു ശബ്ദം പ്രതിധ്വനിച്ചത്, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു, എന്നെ നീ അയക്കണം, ഞാൻ പോകുവാൻ തയ്യാറാണ്. അങ്ങനെ യേശു ഈ ഭൂമിയിൽ അവതരിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ഒരിക്കലും പ്രവേശിക്കുവാൻ കഴിയാതെ അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ വാള് ആരുടെ മേൽ വീഴുവാനിടയായി തീർന്നു? ഏറ്റവും വലിയ ഇടയന്റെ മേൽ വീഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഭൂതകാലത്ത് എത്രയധികം യാഗങ്ങൾ നടന്നിട്ടുണ്ട്. ആ യാഗങ്ങളെല്ലാം ആട്ടുകൊറ്റനെയോ അതുപോലെ ഏതെങ്കിലും മൃഗങ്ങളെയോ ആണ്. അങ്ങനെയുള്ള യാതൊരു യാഗം കൊണ്ടും മനുഷ്യനെ വീണ്ടെടുപ്പ് സാധ്യമല്ല. ഹല്ലേലൂയ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി പ്രാപിപ്പാൻ ഒരു നാളും കഴിവുള്ളതല്ല. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയധികം യാഗം നടന്നിട്ടുണ്ടെങ്കിലും അത് ശാശ്വതമായി നിന്നെ ഈ പറുദീസയിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് എന്തുണ്ടായി? സർവശക്തനായ ദൈവം തീരുമാനിച്ചു ഏറ്റവും വലിയ ഇടയനെ തന്നെ വെട്ടുവാൻ. അങ്ങനെ ആ വാള് ഇടയന്റെ മേൽ വീഴുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ച് നമുക്ക് മാനവജാതിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട ആ പറുദീസയിലേക്ക് തിരിച്ചു പ്രവേശനം ലഭ്യമാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർക്കുക, ആദാമിന്റെ ലംഘനം മൂലം നഷ്ടപ്പെട്ട പറുദീസ ഒരു ആദ്യത്തെ ആദാമിന്റെ ലംഘനം മൂലം
നമുക്ക് പറുദീസ നഷ്ടപ്പെട്ടെങ്കിൽ ഒടുവിലത്തെ ആദാമിന്റെ അനുസരണം മൂലമായി അതേ പറുദീസ നമുക്ക് തിരികെ ലഭ്യമായിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കരുണകളെ ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇതാ എന്താണ് സംഭവിച്ചത്? ആദാം മുതൽ യേശുവിനോടൊപ്പം മരിച്ച ആ ക്രൂശിലെ കള്ളൻ വരെയുള്ള വ്യക്തികളെ ആ പാതാള പറുദീസയിൽ നിന്ന് നിത്യമായ സ്വർഗത്തിലേക്ക് നമ്മുടെ കർത്താവ് ഉയർത്തിക്കൊണ്ടു പോകുവാനിടയായി തീർന്നു. 12 വേദഭാഗങ്ങളുടെ വായിക്കുക. സങ്കീർത്തനങ്ങൾ 68 അതിനു മുമ്പ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കൈവശം എന്തുണ്ട്? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ എക്കാലവും മനുഷ്യൻ ഭയപ്പെട്ടിരുന്ന മരണം, യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? എല്ലാ കാലത്തും മനുഷ്യനെ അലട്ടിയിരുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണത്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? ലോകത്തുള്ള ഒരു തത്വജ്ഞാനികളും അതിന് മറുപടി നൽകി തന്നിട്ടില്ല. ലോകത്തുള്ള ഒരു മത നേതാക്കളും അതിന് മറുപടി നൽകി തന്നിട്ടില്ല. അതിന് മറുപടി നൽകി തന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കൈവശം എന്തുണ്ട്? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ആ വിജയശ്രീ ലാളിതനായ ക്രിസ്തു ആ താക്കോലുമായി പാതാള പറുദീസയെ തുറന്ന് തന്റെ പഴയ നിയമ വിശുദ്ധന്മാരുമായി സ്വർഗാരോഹണം ചെയ്യുവാൻ ഇടയായി തീർന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് വാക്കുമാറി പറയുന്നവനല്ല. നമുക്കും അവൻ അതേ പ്രത്യാശയാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് പാതാളത്തിന്റെ ആ 3 ഭാഗങ്ങളിൽ ഉയരത്തിലുള്ള പഴയ നിയമ വിശുദ്ധന്മാർ പാർത്തിരുന്ന പാതാളം ഇന്ന് ശൂന്യമായി കിടക്കുന്നു. നമ്മുടെ കർത്താവ് ആ ആത്മാക്കളുമായി സ്വർഗസന്നിധിയിൽ ചെന്ന് ആ ആത്മാക്കളെ ദൈവത്തിന് കാഴ്ചവെക്കുവാനിടയായി തീർന്നു. 68-ാം സങ്കീർത്തനം അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. മത്സരികളായ മനുഷ്യരെ ഒരു കാഴ്ചയായി തന്റെ മരണം മൂലം നേടിയെടുത്ത് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ മകൻ ആ ആത്മാക്കളെ ഒരു കാഴ്ചയായി സമർപ്പിക്കുവാനിടയായി തീർന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ്, ഏത് കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഭൂമിയിൽ അവതരിക്കുവാനിടയായി തീർന്നത്? ആ കാര്യം അവൻ സാധിക്കുവാനിടയായി തീർന്നു. ഇതാ മത്സരികളായ മനുഷ്യരെ നമ്മുടെ കർത്താവ് നേടുവാനിടയായി തീർന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8, 9, 10 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നല്ല, മനുഷ്യദാനങ്ങൾ എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ പരിഭാഷ. നോക്കൂ, അവൻ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ, ഏത് ബദ്ധന്മാരാണെന്നറിയാമോ? പഴയ നിയമ വിശുദ്ധന്മാരായിരിക്കുന്ന പാതാളത്തിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ എന്ന ബദ്ധന്മാരെ അവിടെ നിന്ന് സ്വതന്ത്രരാക്കി അവൻ എവിടെ അർപ്പിക്കുവാനിടയായി തീർന്നു? സർവശക്തനായ ദൈവത്തിന്റെ പാദങ്ങളിൽ അർപ്പിക്കുവാനിടയായി തീർന്നു. ആ വാക്യം മുഴുവൻ ഒന്ന് വായിച്ചു തീർത്തേ. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അവനെ പാതാള പറുദീസയിൽ ചെന്ന് വിശുദ്ധന്മാരെ ഉയരത്തിൽ സ്വർഗത്തിൽ കരയേറി ദൈവസന്നിധിയിൽ കാഴ്ചയർപ്പിക്കുവാനിടയായി തീർന്നു. അടുത്ത വാക്യം കൊടുത്ത് വായിച്ചു. ഇറങ്ങിയവൻ സകലത്തിനെയും നിറയ്ക്കേണ്ടതിന് ഉന്നതമായ സ്വർഗത്തിലേക്ക് കയറിയവനും ആകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഇന്ന് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. ആ സ്ഥാനത്തേക്ക് ഇന്ന് ആരും പോകുന്നില്ല. ഇന്ന് മരിക്കുന്ന വിശുദ്ധന്മാർ നമ്മുടെ കർത്താവിന്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ അവന്റെ സന്നിധാനത്തെങ്കിലേക്ക് കടന്നു പോകുന്നത് ഓർത്ത്
ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പാതാളത്തിന് 3 ഭാഗങ്ങളുണ്ടെങ്കിൽ സ്വർഗത്തിനും 3 ഭാഗങ്ങളുണ്ട് എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം തന്നെ നമ്മുടെ മലയാള പരിഭാഷയിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണെങ്കിലും ഇംഗ്ലീഷ്, ഗ്രീക്കിൽ നിന്നുള്ള, എബ്രായയിൽ നിന്നുള്ള യഥാർത്ഥ പരിഭാഷയും ഇംഗ്ലീഷിലുള്ള പരിഭാഷ പോലും സ്വർഗങ്ങൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ആദിയിൽ ദൈവം ആകാശങ്ങളും അല്ലെങ്കിൽ ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. മറ്റു വേദഭാഗങ്ങളും ഉണ്ട്, നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചു. ആവർത്തന പുസ്തകം. ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും, ഒന്നിലധികം സ്വർഗങ്ങളുണ്ട് എന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് അനായാസമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 2 ദിനവൃത്താന്ത പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അവൻ അടങ്ങുകയില്ലല്ലോ. നോക്കൂ, പാതാളത്തിന് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ സ്വർഗത്തിനും 3 ഭാഗങ്ങളുണ്ട്. വേറെയും വേദവാക്യങ്ങൾ കൊണ്ട് നമുക്കത് തെളിയിക്കുവാനായിട്ട് കഴിയും. ഞാനത് പിന്നീട് വായിക്കാം. നോക്കുക, 1-ാമത്തെ സ്വർഗം ഈ മേഘമണ്ഡലമാണ് എന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത്. 2-ാമത്തെ സ്വർഗം നക്ഷത്ര മണ്ഡലങ്ങൾ എല്ലാം അടങ്ങിയിരിക്കുന്ന സ്വർഗം, അത് സ്വർഗത്തിന്റെ 2-ാം ഭാഗമാണ്. ആ നക്ഷത്ര മണ്ഡലങ്ങളിലാണ് ദൂതന്മാരിൽ പലരും അധിവസിക്കുന്നത് എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സീസരയ്ക്കെതിരെ ബാരാക്കും ദെബോരയും യുദ്ധം ചെയ്യുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നക്ഷത്രങ്ങൾ പൊരുതു എന്ന് പറഞ്ഞ് നമുക്ക് വായിക്കാൻ കഴിയും. ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കൂ, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി, അത് സീസരയുമായി സ്വഗതികളിൽ പൊരുതി എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ഇറങ്ങി വന്ന് പൊരുതി എന്നല്ല, നക്ഷത്രത്തിൽ അധിവസിക്കുന്ന ദൂതന്മാർ ഇറങ്ങി വന്ന് അന്ന് ബാരാക്കിന് വേണ്ടിയും ദെബോരയ്ക്ക് വേണ്ടിയും യുദ്ധം ചെയ്തു എന്നാണ്. അങ്ങനെ നക്ഷത്ര മണ്ഡലങ്ങളുടെ ഒരു സ്വർഗമുണ്ട്. ഇനി ഒരു വാക്യം വായിക്കാം, അപ്പോൾ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നോക്കൂ, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുവാനിടയായി തീർന്നു. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. പാതാളത്തിന് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ സ്വർഗത്തിനും 3 ഭാഗങ്ങളുണ്ട്. നീ എവിടെയാണ് സ്വർഗം? എവിടെയാണ് സ്വർഗം? എവിടെയാണ് സ്വർഗമെന്നോ എവിടെയാണ് പാതാളമെന്നോ ഒന്നും നമുക്ക് കൃത്യമായി പറയുവാൻ സാധ്യമല്ല. എന്നാൽ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളെ ആധാരപ്പെടുത്തി എവിടെയാണ് എന്നതിനെക്കുറിച്ച് ചില ഏകദേശ രൂപങ്ങൾ മാത്രം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഞാനത് വായിച്ചത് കൊണ്ട് മാത്രം ആ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന് 13-ാം വാക്യം ഒന്ന് വായിച്ചു. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും എന്ന് ഈ ലൂസിഫർ പറയുവാനിടയായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് അവൻ പ്രവേശിക്കുമെന്നാണ് അവിടെ നിന്ന് അവൻ വിളിച്ചു പറയുവാനിടയായി തീർന്നത്. അതെവിടെയാണ്? ഉത്തരദിക്ക്. ഉത്തരദിക്ക് എന്ന് പറയുന്നത് വടക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഉത്തരം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉത്തരഗിരിയായിരിക്കുന്ന സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു എന്ന് സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് എന്നും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉയർച്ച വരുന്നത് എവിടെ നിന്നാണ്? വടക്ക് നിന്നാണ്. നമ്മൾ ഒരു ഭൂമിയുടെ ഒരു ചാർട്ട് ഇട്ടിട്ട് വടക്ക് എന്ന് നമ്മൾ പറയുന്നത് മുകളിലേക്കാണ്. ഉയരത്തിൽ എവിടെയോ ആണ് സ്വർഗം എന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, സ്വർഗമുണ്ട് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് സ്വർഗമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല ആ വാഗ്ദത്തം നമുക്ക് നൽകി തന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. അതൊരു യഥാർത്ഥ സ്ഥലമാണ്. എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു.
ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒരു യഥാർത്ഥ സ്ഥലമായി സ്വർഗം എവിടെയോ ഉണ്ട്. അത് അവനെ സേവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ ലഭിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുകയല്ല, എനിക്കും അത് ലഭിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഓരോ ദിവസവും അത് നമ്മുടെ ലക്ഷ്യമാക്കി അവിടേക്ക് നമുക്ക് ചെന്നെത്തുവാനുള്ള ആഗ്രഹത്തോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരാൾ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ക്രിസ്ത്യൻസ് ആർ നോട്ട് സിറ്റിസൺസ് ഓഫ് എർത്ത് ട്രൈയിങ് ടു ഗെറ്റ് ടു ഹെവൻ, ബട്ട് സിറ്റിസൺസ് ഓഫ് ഹെവൻ മേക്കിംഗ് ദെയർ വേ ത്രൂ ദിസ് വേൾഡ്. നമ്മൾ ഒരിക്കലും ഈ ഭൂമിയിലെ പൗരന്മാര് ആയിട്ട് നിൽക്കുന്നവരാകുവാനല്ല, നമ്മൾ സ്വർഗീയ പൗരന്മാരായി ഈ ഭൂമിയിലായിരിക്കുന്നു. ഓരോ നിമിഷവും ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ യഥാർത്ഥ പൗരത്വമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ചെന്നെത്തുന്നവരാകുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനുള്ള ഒരാശ നമുക്കുണ്ടാകണമെങ്കിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നത് താൽക്കാലികവും കാണപ്പെടാത്തത് നിത്യവുമാണ് എന്ന് കാണുവാൻ നമുക്ക് കഴിയണം. സ്വർഗത്തെക്കുറിച്ചുള്ള പഠനം കൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയോജനം? സ്വർഗത്തെക്കുറിച്ചുള്ള പഠനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, ഫോക്കസിങ് ഓൺ ഹെവൻ റീസ്റ്റോർസ് അവർ ഹോപ്പ് ഇൻ ടൈംസ് ഓഫ് സഫറിങ്. ഒന്ന് വായിക്കുക. ഏറ്റവും വലിയ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ് സ്വർഗം എന്ന യാഥാർത്ഥ്യം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. റോമാലേഖനം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്തല്ല, സാരമാക്കേണ്ടതില്ല. ഒരു ദൈവപൈതൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ, ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സഹിഷ്ണുത കാണിച്ചവരെ നമ്മൾ ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത നമ്മൾ കണ്ടു, കർത്താവ് അവന് വരുത്തിയ അന്ത്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ സഹിഷ്ണുതയുള്ളവരായി നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അല്പകാലത്തേക്കുള്ള ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി നിത്യ തേജസ്സിന്റെ ധനം എന്ന് നമ്മൾ എണ്ണുന്നു. ഹല്ലേലൂയ. സ്വർഗത്തെക്കുറിച്ചുള്ള പഠനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ നമ്മെ പ്രാപ്തിയുള്ളവരാക്കുന്നത് സ്വർഗമാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഇറ്റ് റീഅഷ്യൂർസ് us that God is on the throne. ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ഇവിടെ നീതി നിഷേധിക്കപ്പെടാറുണ്ട്. പലപ്പോഴും നമുക്ക് നീതി ലഭ്യമാകുന്നില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. ലോകം മുഴുവൻ അനീതി കൊണ്ട് നിറയപ്പെടുന്നു എന്ന് നമ്മൾ ആവലാതിപ്പെടാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആവലാതിയും ഞരക്കവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ സ്വർഗം നമുക്ക് വലിയൊരു വാഗ്ദാനം നൽകുന്നു. എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ വലിയൊരു സിംഹാസനമുണ്ട്. യോഹന്നാൻ എഴുതുമ്പോൾ സിംഹാസനങ്ങൾ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ലോകത്തുള്ള സകല വഷളന്മാരായ ആളുകളും ആബാലവൃദ്ധം ആ വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു വലിയ ദിവസമുണ്ട്. ഹല്ലേലൂയ. ന്യായവിധി എന്ന യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത് സ്വർഗം എന്ന യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അവിടെ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. മാത്രമല്ല മറ്റു പല കാര്യങ്ങളും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 3. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗം നമുക്ക് തരുന്ന അടുത്ത പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ ഭൂമിയിലെ പൗരന്മാരല്ല. ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നു, എന്നാൽ ഇവിടെ ജീവിക്കുന്ന ഓരോ ദിവസവും ഞങ്ങൾ ഇവിടെ അന്യരും പരദേശികളുമാണ് എന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള പഠനവും സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ ഭാഗം ഞാൻ അല്പം കൂടെ വിശദീകരിക്കാം. 2 വേദഭാഗങ്ങളൂടെ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന് 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. നോക്കുക, അതിന്റെ ആദ്യ ഭാഗം ഒന്നുകൂടെ വായിച്ചേ.
പുഴുവും തുരുമ്പും കെടുക്കുകയും. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, ഏതൊക്കെ വസ്തുവകകൾ ഉണ്ടെങ്കിലും, തിരുവെഴുത്ത് നമ്മോട് പറയുന്നത് അതെങ്ങനെയുള്ളതാണ്? പുഴുവും തുരുമ്പും കെടുത്ത് കളയുന്ന വസ്തുവകകളാണ്. അവിടെ നമ്മൾ സ്വത്ത് സമ്പാദിക്കാതെ നിലനിൽക്കുന്ന നഗരത്തിൽ സ്വത്ത് സമ്പാദിക്കുവാനുള്ള ആഗ്രഹം, അഭിലാഷം നമുക്കുണ്ടാകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ അത് സംബന്ധിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് യെശയ്യാവിനുണ്ടായപ്പോൾ അവന് മറ്റൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു: ഞാൻ അശുദ്ധനായ മനുഷ്യൻ. നോക്കൂ, ഇനിയും സ്വർഗം പ്രാപിക്കത്തക്ക വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടായി കഴിയുമ്പോഴാണ്. ഇനി ആ ഭാഗം ഒന്നുകൂടെ പറഞ്ഞ് ഇന്ന് രാവിലെ സമയം ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ പൗരത്വം എവിടെയാകുന്നു? സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവ് നമ്മുടെ രക്ഷിതാവായി വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്നു. തിയഡോർ റൂസ്വെൽറ്റ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ആഫ്രിക്കയിൽ ഒരു വേട്ട നടത്തുന്നതിന് വേണ്ടി താൻ കടന്നു പോകുവാനിടയായി തീർന്നു. തൻ്റെ അവിടുത്തെ ആ സുഖവാസം കഴിഞ്ഞ്, തൻ്റെ ആ എൻ്റർടൈൻമെൻറ്റ് പീരീഡ് കഴിഞ്ഞ് താൻ മടങ്ങി വരുമ്പോൾ ന്യൂയോർക്കിലെ ആ വലിയ തീരത്ത്, ഈ ഹാർബറിൽ അദ്ദേഹത്തിന് അതിശ്രേഷ്ഠമായ ഒരു വരവേൽപ്പ് ലഭ്യമാകുവാനിടയായി തീർന്നു. 100 കണക്കിന് പട്ടാളക്കാർ, ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ അമേരിക്കയുടെ അന്നത്തെ എല്ലാ പ്രതാപത്തോടും പ്രൗഢിയോടും കൂടെ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ അവിടെ ആ തുറമുഖത്ത് ആളുകൾ എത്തുവാനിടയായി തീർന്നു. അതേ കപ്പലിൽ തന്നെ ആഫ്രിക്കയിൽ മിഷണറി പ്രവർത്തനം ചെയ്യുന്ന ഒരു സുവിശേഷകൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ ഒറ്റയൊരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നോടൊപ്പം ബൈബിൾ സ്കൂളിൽ പഠിച്ച തൻ്റെ ഒരു സ്നേഹിതൻ തന്നെ സ്വീകരിക്കുവാനായിട്ട് വന്നു. ആ സമയത്ത് ആഫ്രിക്കയിൽ നിന്ന് കടന്നു വന്ന ആ മിഷണറി സ്നേഹിതൻ നിരാശനായി പോകരുത് എന്ന് വിചാരിക്കത്തക്കവണ്ണം ആ സ്നേഹിതൻ അവനോട് പറഞ്ഞു: ക്ഷമിക്കണം, തിയഡോർ റൂസ്വെൽറ്റിന് തന്ന പോലെ ഒരു സ്വീകരണം നിനക്ക് തരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് തക്കവണ്ണം ആരെയും കൊണ്ടുവരുവാൻ ഇന്ന് രാവിലെ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ വിനയത്തോടുകൂടെ ആ മിഷണറി വര്യൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: തിയഡോർ റൂസ്വെൽറ്റ് അവൻ്റെ രാജ്യത്ത് മടങ്ങിയെത്തിയിരിക്കുന്നു, ഞാൻ ഇനിയും എൻ്റെ രാജ്യത്ത് എത്തിച്ചേർന്നിട്ടില്ല. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഓർക്കൂ, ഈ ലോകം നമ്മുടെ ശാശ്വതമായ ഭവനമല്ല. ഇവിടെ നമുക്ക് ഒരു സ്വീകാര്യതയും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ലഭ്യമാകുവാൻ നമുക്ക് അവകാശമില്ല, നമുക്ക് ലഭ്യമാവുകയില്ല. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, അങ്ങേ തീരത്ത് ആയിരക്കണക്കിന് വിശുദ്ധന്മാർ വാഴ്ത്തപ്പെട്ട കർത്താവിനോടൊപ്പം നിന്നെ സ്വീകരിപ്പാൻ അവിടെ നിൽപ്പുണ്ട്. അതാണ് സ്വർഗം നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ ശേഷം മനുഷ്യരെക്കാൾ നമ്മൾ അരിഷ്ടരാണെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വേദപുസ്തകം നമ്മോട് വിളിച്ചു പറയുന്നത്. ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ പറയുവാൻ കഴിയുമോ? ഇവിടെ ഞങ്ങൾ അന്യരും പരദേശികളുമാണ്. ഇവിടെ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന നഗരങ്ങളില്ല. അബ്രഹാം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നുവെങ്കിൽ ഇന്ന് പോൽക്കാലം നിന്റെ പ്രത്യാശയെ നീ പുതുക്ക്. ഈ ലോകം നിനക്ക് ശാശ്വതമല്ല. ഈ ലോകത്തിലുള്ളതൊന്നും ശാശ്വതമല്ല. ഇവിടുത്തെ വീട് ശാശ്വതമല്ല. ഇവിടുത്തെ സമ്പത്ത് ശാശ്വതമല്ല. കുവൈറ്റിൽ താമസിച്ച ആളുകൾ ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കേൾക്കണമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ദിനാറോ ദിറംസ്, എന്താ അവരുടെ ദിനാർ, ലോകത്ത് ഏറ്റവും അധികം വിലപിടിപ്പുള്ള നാണയം കുവൈറ്റിന്റെ നാണയമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവിടെ പാർക്കുന്ന ആളുകൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുവൈറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം ഈ പ്രപഞ്ചത്തിലില്ല. കുവൈറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമുഖത്തില്ല. അവരുടെ ദിനാറിന് കിഴുത്തയുള്ള കാരണായുടെ വിലയില്ല. വീട്ടിൽ ചെന്നു പറ്റുവാൻ ആളുകൾ എത്രയധികം വ്യാമോഹിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ ഒരു ബന്ധു ആ സമയത്ത് കുവൈറ്റിലുണ്ടായിരുന്നു. അവർ മടങ്ങി വന്നു കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ മൂത്ത മോക്ക്, അവരുടെ മൂത്ത മോക്ക് 6-7 വയസ്സേ ഉള്ളൂ, അവൾക്ക് 18 വയസ്സാകുമ്പോൾ ഇടുവാൻ കഴിയുന്ന വസ്ത്രങ്ങൾ ഞങ്ങൾ അവിടെ വാങ്ങിച്ചു വെച്ചിരുന്നു. ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കണ്ണുകളെ അടയ്ക്കാം.
ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ശാശ്വതമല്ല, ഈ പ്രപഞ്ചം ശാശ്വതമല്ല. പാവപ്പെട്ട പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് വിളിച്ചു പറയും, ഇത് തീക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയും. മൂലപദാർത്ഥങ്ങൾ വെന്തെരിയുവാനിടയായി തീരും. ഈ കാണുന്നതെല്ലാം കത്തിയെരിയുവാനിടയായി തീരും. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യുവെത്തുമെന്നോർത്ത് സ്വർഗത്തെ ഓർത്ത് ഇന്ന് രാവിലെ നീ ദൈവത്തെ സ്തുതിക്ക്. ഇടയൻ വെട്ടപ്പെട്ടതുകൊണ്ട് നീ നിത്യതയ്ക്ക് അവകാശിയാണെന്നുള്ളത് ഓർത്ത് ഇന്ന് രാവിലെ സമയം നീ ദൈവത്തെ സ്തുതിക്ക്. സ്വർഗം നിന്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ, സ്വർഗത്തെ കുറിച്ചുള്ള കേൾവി നിന്റെ ഹൃദയത്തിന് കുളിർമ പകരുന്നില്ലെങ്കിൽ, നീ എന്നും ഈ ലോകത്തിന് അടിമയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ലോകത്തെ സന്തോഷിപ്പിക്കുന്നവന് ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ സാധ്യമല്ല. ലോകത്തെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഉറവയുടെ ഒരേ ദ്വാരത്തിൽ നിന്ന് തന്നെ മധുരവും കയ്പും പുറപ്പെടുവാൻ സാധ്യമല്ല. ഇന്ന് പകൽക്കാലം നീ ആലോചിക്ക്, നീ സ്വർഗത്തിന്റെ പൗരനാണോ, ഈ പ്രപഞ്ചത്തിന്റെ പൗരനാണോ? നീ ക്രിസ്തുവിന്റെ രാജ്യത്തെ അവകാശിയാണോ? നീ ക്രിസ്തുവിന്റെ രാജ്യത്തെ ഒരു പൗരനാണോ? അതോ ഈ നശിച്ചു പോകുന്ന രാജ്യത്തിന്റെ അവകാശിയാണോ? നമ്മുടെ പ്രത്യാശ ഇന്ന് രാവിലെ സമയം പുതുക്കപ്പെടുവാനിടയാകും.